പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാന പഠന വിഷയമാക്കുന്നത് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 10-ാം അധ്യായം, നല്ലിടയനായ യേശുവിനെ കുറിച്ച് പറയുന്ന തിരുവചന ഭാഗം. മറ്റു സുവിശേഷങ്ങളിൽ യേശുവിനെ നല്ലിടയനായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്, പഴയ നിയമത്തിലുമുണ്ട്. നമുക്കറിയാം 23-ാം സങ്കീർത്തനം, നല്ലിടയനായ യഹോവ. പഴയ നിയമത്തിൽ യഹോവയായ ദൈവത്തെ ഇടയനായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. സമാന്തര സുവിശേഷങ്ങളിൽ യേശുവിനെ കാണാതെ പോയ ആടിനെ തേടി വരുന്ന 99 ഉപേക്ഷിച്ചിട്ട് കാണാതെ പോയ ഒരെണ്ണത്തെ തേടിപ്പോകുന്ന നല്ലിടയന്റെ ഉപമ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ സമാന്തര സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ വളരെ വിശദമായ വ്യക്തമായ ചിത്രമാണ് യേശുവാകുന്ന നല്ലിടയനെ കുറിച്ച് നൽകുന്നത്. 10-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിനെ വാതിലിലൂടെ പ്രവേശിക്കുന്ന നല്ലിടയനായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. നല്ലിടയന്റെ പല സവിശേഷതകൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാമത്തെ സവിശേഷത 10:1-2 വാക്യങ്ങൾ, ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിലിലൂടെ അല്ലാതെ മറ്റു വഴിക്ക് കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ്, എന്നാൽ വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ്. ഒരു നെഗറ്റീവ് പറഞ്ഞിട്ട് ഒരു പോസിറ്റീവ് പറയുന്നത് ജോണിന്റെ സുവിശേഷത്തിൽ പലയിടത്തും ഉള്ളതാണ്. അത് ഊന്നൽ കൊടുക്കുന്നതാണ്, എംഫസിസ് കൊടുക്കുന്നതാണ്. യേശു നല്ലിടയനാണെന്ന് എംഫസൈസ് ചെയ്ത് പറയാൻ വേണ്ടി. അതിനാണ് ആദ്യം പറയുന്നത്, തൊഴുത്തിലേക്ക് വാതിലിലൂടെ അല്ലാതെ മറ്റു വഴിക്ക് കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ്, എന്നാൽ വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ്. കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു. യോഹന്നാൻ അവതരിപ്പിക്കുന്ന നല്ലിടയൻ വാതിലിലൂടെ പ്രവേശിക്കുന്നവനാണ്. ആട്ടിൻകൂട്ടത്തിലേക്ക് വാതിലിലൂടെ പ്രവേശിക്കാൻ കാവൽക്കാരൻ വാതിൽ തുറന്നു കൊടുത്തു. എന്താണ് വാതിലിലൂടെ പ്രവേശിക്കുക എന്നതിൻ്റെ അർത്ഥം? അധികാരമുള്ളവരെ, അവകാശമുള്ളവരെ മാത്രമേ വാതിലിലൂടെ പ്രവേശിപ്പിക്കുകയുള്ളൂ. ആടുകളുടെ മേൽ അവകാശമുള്ള, ആടുകളുടെ സ്വന്തമായിട്ടുള്ളവൻ, അധികാരമുള്ളവൻ മാത്രമേ വാതിലിലൂടെ പ്രവേശിക്കാൻ വേണ്ടി വാതിൽ കാവൽക്കാരൻ വാതിൽ തുറന്നു കൊടുക്കുകയുള്ളൂ. അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. യേശു പിതാവിൽ നിന്ന് വന്നവനാണ്. തൻ്റെ അജഗണത്തെ നയിക്കാനായിട്ട്, അവിടെ ഇസ്രായേലാണ് അജഗണം, ഈ ദൈവജനത്തെ മേയിക്കാനായിട്ട് ദൈവം അയച്ച നല്ലിടയനാണ് യേശു. അപ്പോൾ അതുകൊണ്ട് ഇവൻ ഇടയനായതുകൊണ്ട് ഇവന് വാതിൽ തുറന്നു കൊടുക്കും കാവൽക്കാരൻ. ആടുകൾ അവന്റെ സ്വരം കേൾക്കുന്നു, അവൻ തൻ്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു. നല്ലിടയന്റെ മറ്റൊരു സവിശേഷത, ആടുകളെ പേര് ചൊല്ലി വിളിക്കും. അജഗണത്തെ മുഴുവനും വ്യക്തിപരമായി അറിയാം ഈ ഇടയന്. എൻ്റെ അനുഭവത്തിൽ നിന്ന് നമ്മുടെ വൈദികർ അജഗണത്തെ അടുത്തറിയുന്നവരാണ്. വലിയ ഊഷ്മളമായ ആത്മബന്ധമുണ്ട്. യഥാർത്ഥത്തിൽ വൈദികർ തങ്ങളുടെ ഇടവക ജനങ്ങളെ മാത്രമല്ല, ആ പ്രദേശവാസികളെ, ആ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും അറിയുന്ന നല്ലിടയന്മാരായിരിക്കണം. നല്ലിടയന്റെ മറ്റൊരു സവിശേഷത, അവൻ ആടുകളെ സ്വന്തമായി കരുതുന്നു. ആടുകളെ അവൻ പേര് ചൊല്ലി വിളിച്ചു പുറത്തേക്ക് നയിക്കുന്നു. 7 മുതലുള്ള വാക്യങ്ങളിൽ, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ. മുകളിൽ പറഞ്ഞു, വാതിലിലൂടെ പ്രവേശിക്കുന്നവനാണ് നല്ലിടയനെന്ന്. ഇവിടെ യേശു പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ. അതിൻ്റെ അർത്ഥം എന്താണ്? യേശുവാകുന്ന വാതിലിലൂടെ നമുക്ക് അജഗണത്തിലേക്ക്, ഇവിടെ ആലയം സഭയാണ്, അജഗണം സഭയാണ്. സഭയിലെ വാതിലാരാണ്? യേശുവാണ് വാതിൽ. ദൈവജനത്തിന്റെ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കാനുള്ള മാർഗം യേശുവാണെന്ന്. മറ്റൊരർത്ഥം കൂടെ ഇവിടെ ഉണ്ട്. യേശുവാണ് പിതാവിലേക്കുള്ള പ്രവേശന കവാടം. നമുക്ക് വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ പക്കലേക്ക് വരുന്നില്ല. യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യം. അപ്പോൾ 2 അർത്ഥത്തിൽ യേശു നമുക്ക് വാതിലാണ്. ഒന്ന്, യഥാർത്ഥ സഭാ സമൂഹത്തിലേക്ക്, ദൈവജനത്തിന്റെ കൂട്ടായ്മയിലേക്ക് യേശുവിലൂടെ പ്രവേശിക്കുക. യേശുവാണ് നമുക്ക് രക്ഷാമാർഗം. യേശുവാണ് നമുക്ക് വാതിലെന്ന് പറയുമ്പോൾ യേശുവാണ് നമുക്ക് രക്ഷാമാർഗം. അതുപോലെ 14:6 യേശു പറഞ്ഞിട്ടുള്ളത്, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ പക്കലേക്ക് വരുന്നില്ല.
അപ്പൊ യേശുവാകുന്ന വാതിലിലൂടെയാണ് പിതാവിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്, അല്ലെങ്കിൽ പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നത്, പിതാവിനെ അറിയുന്നത് എന്നൊക്കെ അർത്ഥമാണ്. യേശു തുടർന്ന് പറയുന്നു, എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമാണ്, ആടുകൾ അവരെ ശ്രവിച്ചില്ല. ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അപ്പൊ രക്ഷയിലേക്കുള്ള പ്രവേശന കവാടമാണ് യേശു, രക്ഷാമാർഗമാണ്. അപ്പസ്തോല പ്രവർത്തനത്തിൽ പറയുന്നത് പോലെ മറ്റാരിലും രക്ഷയില്ല. യേശുവാണ് യഥാർത്ഥത്തിൽ നമുക്ക് രക്ഷയിലേക്ക് പ്രവേശിക്കാനുള്ള സങ്കേതം. ആകാശത്തിന് കീഴിൽ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്നാണ്. എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും. ഈ നല്ലിടയൻ്റെ സവിശേഷത, അവൻ ആടുകളെ സ്നേഹിക്കുന്നു, ആടുകളെ സ്വന്തമായി കരുതുകയും അവർക്ക് സമൃദ്ധമായ ജീവൻ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ആടുകൾക്ക് വാതിലാണവൻ, ആടുകൾക്ക് രക്ഷാമാർഗമാണവൻ, ആടുകളെ ജീവന്റെ സമൃദ്ധിയിലേക്ക് നയിക്കുന്ന യഥാർത്ഥ ഇടയൻ. അവൻ ആടുകളെക്കുറിച്ച് താല്പര്യമുള്ളവനാണ്, അല്ലെങ്കിൽ ആടുകളെ സ്വന്തമായി കരുതുന്നു, കൂലിക്കെടുത്തവരെ പോലെയല്ല. ഞാൻ നല്ലിടയനാണ്, നല്ലിടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. 11-ാം വാക്യം. നല്ലിടയന്റെ മറ്റൊരു സവിശേഷത, നല്ലിടയൻ വന്നത് തൻ്റെ ആടുകൾക്ക് സമൃദ്ധമായ ജീവൻ നൽകാൻ, അവരെ രക്ഷാ സങ്കേതത്തിലേക്ക്, രക്ഷയിലേക്ക് നയിക്കാൻ. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകും. ചെന്നായി വന്ന് അവയെ പിച്ചി ചീന്തും. അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടാ. പക്ഷെ നല്ലിടയനോ ആടുകളെ സ്വന്തമായി കരുതും. വീണ്ടും യേശു പറയുന്നു 14-15 വാക്യങ്ങളിൽ, ഞാൻ നല്ലിടയനാണ്, പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ഇതാണ് നല്ലിടയന്റെ മറ്റൊരു സവിശേഷത. ഇടയൻ ആടുകളെ അറിയും, ആടുകൾ ഇടയനെയും അറിയും. പരസ്പരമുള്ള അറിവ്, റെസിപ്രോക്കൽ നോളജ്. അതിന് യേശു ഒരു കമ്പാരിസൺ പറഞ്ഞേക്കുന്നത് പിതാവ് പുത്രനെയും പുത്രൻ പിതാവിനെയും അറിയുന്നത് പോലെ. 15-ാം വാക്യത്തിൽ പറയുന്നു, ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു. ആടുകളിൽ താല്പര്യമുണ്ടെന്ന് മാത്രമല്ല, ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു നല്ലിടയൻ. ഈ നല്ലിടയന്റെ മറ്റൊരു സവിശേഷത, ഈ തൊഴുത്തിൽ പെടാത്ത ആടുകളും എനിക്കുണ്ട്, അവ എൻ്റെ സ്വരം ശ്രവിക്കും. അങ്ങനെ ഒരാട്ടിൻ പറ്റവും ഒരിടയനും ആകും. ഈ തൊഴുത്തിൽ പെടാത്ത ആടുകളും എനിക്കുണ്ട്. നമ്മൾ ഇന്ന് പറയുമ്പോൾ രണ്ടർത്ഥത്തിൽ ഇതിനെ മനസ്സിലാക്കാം. ഒന്ന്, വിശുദ്ധ കത്തോലിക്ക സഭയാകുന്ന തൊഴുത്ത്. ഈ തൊഴുത്തിൽ പെടാത്ത മറ്റാടുകളെന്ന് പറയുമ്പോൾ ബാക്കി പ്രൊട്ടസ്റ്റന്റ് സഭാ സമൂഹങ്ങളും സഭാ കൂട്ടായ്മയിൽ നിന്ന് അകന്നു നിൽക്കുന്ന എല്ലാ വിഭാഗങ്ങളും. രണ്ടാമതൊരർത്ഥം, യേശുവിനെ വിശ്വസിച്ച സഭാ സമൂഹത്തിലെ അംഗങ്ങളായവർ മാത്രമല്ല, ഇതര വിശ്വാസത്തിൽപ്പെട്ട എല്ലാ ജനവും. യേശു പറഞ്ഞതിന് വളരെ വിശാലമായ അർത്ഥമാണുള്ളത്. യേശു വന്നത് ക്രിസ്ത്യാനികളെ മാത്രം രക്ഷിക്കാനല്ല, അവൻ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്തയാണ് അറിയിക്കാൻ വന്നത്. യേശുവിലൂടെ സകല ജനത്തിനും ഉള്ള രക്ഷ, സാർവത്രിക രക്ഷ. ഇവിടെ യേശു പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വ്യക്തമാകുന്നു, അവിടുന്ന് ഉറപ്പിച്ചു പറയുകയാണ്, അവ എൻ്റെ സ്വരം ശ്രവിക്കും. ഈ തൊഴുത്തിൽ പെടാത്ത മറ്റാടുകളും എൻ്റെ സ്വരം ശ്രവിക്കും. അങ്ങനെ ഒരാട്ടിൻ പറ്റവും ഒരിടയനും ആകും. ആകണമെന്നല്ല പറഞ്ഞത്, ആകാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നുമല്ല പറഞ്ഞത്. യേശു ഉറപ്പിച്ചു പറയുകയാണ്, ആകും. മറ്റുള്ളവരും എൻ്റെ സ്വരം ശ്രവിക്കും, ഒരിടയനും ഒരാട്ടിൻ പറ്റവും ആകും. ഇത് യേശു ഉറപ്പു തന്ന വാഗ്ദാനമാണ്. ഈ വാഗ്ദാനത്തിൽ വിശ്വാസമർപ്പിച്ച് പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നവര് എത്ര പേരുണ്ട് നമ്മിൽ? കർത്താവേ, ഒരിടയനും ഒരാട്ടിൻ പറ്റവുമാകുമെന്ന അങ്ങയുടെ വാഗ്ദാനം ഇന്ന് ഞങ്ങളുടെ ഈ നാളുകളിൽ അങ്ങ് നിറവേറ്റി തരണമേ. എല്ലാവരും അങ്ങിൽ ഒന്നാകുവാൻ ഈ വലിയ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന എത്ര പേരുണ്ട്? അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരെത്ര പേരുണ്ട്? നമ്മൾ ആത്മശോധന ചെയ്യേണ്ട കാര്യമാണിത്. യേശു തുടർന്ന് പറയുന്നു 17-ാം വാക്യം, തിരിച്ചെടുക്കുന്നതിനു വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. എന്താണ് യേശു ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇതിനും രണ്ടർത്ഥമുണ്ട്.
ഒന്ന്, യേശു ജീവൻ അർപ്പിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കും. യേശുവിൻ്റെ ഉയർപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു. യേശു കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേൽക്കും, ആ ഉറപ്പ് യേശുവിന്. രണ്ട്, തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നഷ്ടപ്പെട്ടുപോയ ആടുകളെ, അഥവാ പാപത്തിനടിമയായ, പാപപങ്കിലമായ ലോകത്ത് ജീവിക്കുന്ന, പാപത്തിനടിമയായ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ, മരണത്തിന് അധീനരായ മനുഷ്യരെ, ദൈവത്തിൽ നിന്ന്, ദൈവകൽപ്പന ലംഘിച്ച് ദൈവത്തിൽ നിന്ന് അകന്ന് മരണത്തിന് അധീനരായവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് പുത്രൻ തമ്പുരാനെ പിതാവ് ഈ ലോകത്തിലേക്ക് അയച്ചത്. യേശു ക്രിസ്തുവിലൂടെയുള്ള വീണ്ടെടുപ്പും രക്ഷയും, പ്രപഞ്ച സൃഷ്ടിയിൽ ആരംഭിച്ച ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി മനുഷ്യൻ്റെ പതനത്തിലൂടെ അതിന് തടസ്സം സൃഷ്ടിച്ചെങ്കിലും പുത്രൻ തമ്പുരാനിലൂടെ വീണ്ടെടുക്കും. നഷ്ടപ്പെട്ടുപോയ ആടുകളെ എല്ലാവരെയും വീണ്ടെടുക്കാൻ, പാപത്താൽ മരണത്തിന് അധീനരായവരെ ജീവനിലേക്ക് കൊണ്ടുവരാൻ, ഈ രണ്ടർത്ഥവുമുണ്ട് ജീവൻ തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു എന്ന് പറഞ്ഞത്. 18-ാം വാക്യത്തിൽ യേശു പറയുന്നു, ആരും എന്നിൽ നിന്ന് ഇത് പിടിച്ചെടുക്കുകയല്ല, ഞാൻ സ്വമനസാ സമർപ്പിക്കുകയാണ്. എൻ്റെ ജീവൻ സ്വമനസാ ഞാൻ സമർപ്പിക്കുകയാണ്. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്ന പോലെ, തന്നിൽ വിശ്വസിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യോഹന്നാൻ 3:16. അപ്പൊ പാപപങ്കിലമായ ലോകത്തിൽ പാപത്തിന് അടിമയായ മനുഷ്യനെ രക്ഷിക്കുവാനായി, മോചിപ്പിക്കുവാനായിട്ട് പിതാവ് തൻ്റെ പുത്രനെ ബലിയായി നൽകുകയാണ്, മോചനദ്രവ്യമായി നൽകുകയാണ്. പുത്രൻ സ്വമനസ്സ നമുക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുകയും ചെയ്യുന്നു. തുടർന്ന്, ഞാൻ ഇത് സ്വമനസ്സാ സമർപ്പിക്കുകയാണ്, അത് സമർപ്പിക്കാനും തിരികെ എടുക്കാനും എനിക്ക് അധികാരമുണ്ട്. ഈ കൽപ്പന എൻ്റെ പിതാവിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്. ഇതെൻ്റെ പിതാവിൽ നിന്ന് ലഭിച്ച കൽപ്പനയാണ്. പക്ഷേ അത് സമർപ്പിക്കാനും തിരികെ എടുക്കാനും എനിക്ക് അവകാശമുണ്ട്. പിതാവിൻ്റെ കൽപ്പന അനുസരിക്കാനും സ്വജീവൻ രക്ഷിക്കാൻ വേണ്ടി നോക്കാനും തീർച്ചയായിട്ടും സ്വാതന്ത്ര്യമുണ്ട് യേശുവിന്. പിതാവ് പുത്രനെ അടിച്ചേൽപ്പിച്ചിട്ടില്ല, അടിച്ചേൽപ്പിച്ചതല്ല, പുത്രൻ സ്വമനസാ നൽകുകയാണ്. 19 മുതൽ 21 വരെ. ഈ വാക്കുകൾ മൂലം യഹൂദരുടെ ഇടയിൽ വീണ്ടും ഭിന്നതയുണ്ടായി. അവന് പിശാചുണ്ട്, അവന് ഭ്രാന്താണ്, എന്തിനവൻ പറയുന്നത് കേൾക്കണം എന്നിങ്ങനെ അവരിൽ വളരെ പേർ പറഞ്ഞു. യഹൂദരിൽ വളരെ പേർ, അവന് പിശാചുണ്ട്, അവന് ഭ്രാന്താണ്, അവൻ പറയുന്നത് നമ്മൾ എന്തിന് വിശ്വസിക്കുന്നു? ഇത് പരിശുദ്ധാത്മാവിനെതിരായ പാപമാണ്. കാരണം യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നന്നായി അറിയാം, യേശു വിശുദ്ധ ലിഖിതങ്ങളിലൂടെ മുൻകൂട്ടി അറിയിക്കപ്പെട്ടവനാണ്, പ്രവാചകന്മാർ പ്രവചനത്തിലൂടെ അറിയിച്ചിട്ടുള്ളതാണ്, ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണ്. എന്നിട്ടും യഹൂദ നേതൃത്വത്തിന് അവനെ അറിയുന്നില്ല എന്ന് പറയുമ്പോൾ അത് പരിശുദ്ധാത്മാവിനെതിരായ പാപം തന്നെയാണ്. 21-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ മറ്റുള്ളവർ പറഞ്ഞു, സാധാരണ ജനങ്ങൾ. അപ്പൊ നോക്കുക, യഹൂദ നേതൃത്വവും സാധാരണ ജനവും, അവരുടെ അഭിപ്രായ വ്യത്യാസം എപ്പോഴും അങ്ങനെയാണ്. കർത്താവിൻ്റെ വാക്കുകൾ വിശ്വസിച്ച സാധാരണ ജനം. 22 മുതലുള്ള വാക്യങ്ങൾ, ജെറുസലേമിൽ പ്രതിഷ്ഠയുടെ തിരുനാളായിരുന്നു, അത് ശീതകാലമായിരുന്നു. യേശു ദേവാലയത്തിൽ സോളമന്റെ മണ്ഡപത്തിൽ നടക്കുമ്പോൾ യഹൂദർ അവന്റെ ചുറ്റും കൂടി ചോദിച്ചു, നീ ഞങ്ങളെ എത്ര നാൾ ഇങ്ങനെ സന്ദിഗ്ധ അവസ്ഥയിൽ നിർത്തും? നീ ക്രിസ്തുവാണെങ്കിൽ വ്യക്തമായി ഞങ്ങളോട് പറയുക. ഞങ്ങളെ ഇങ്ങനെ സംശയത്തിൻ്റെ മുൾമുനയിൽ, സന്ദിഗ്ധ അവസ്ഥയിൽ എത്ര നാൾ നീ നിർത്തും? നീ ക്രിസ്തുവാണെങ്കിൽ അത് തീർത്തങ്ങ് പറ. യേശു പ്രതിവചിച്ചു, ഞാൻ നിങ്ങളോട് പറഞ്ഞു, എന്നിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യം നൽകുന്നു. ഞാൻ പറഞ്ഞു, അത് നിങ്ങൾ വിശ്വസിച്ചില്ല. ഞാൻ പറഞ്ഞത് വിശ്വസിച്ചില്ലെങ്കിൽ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെങ്കിലും നിങ്ങൾ വിശ്വസിക്കാൻ യേശു പറയുകയാണ്. എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല, കാരണം നിങ്ങൾ എൻ്റെ അജഗണത്തിൽപ്പെട്ടവരല്ല, എൻ്റെ ആടുകളല്ല. എൻ്റെ ആടുകളായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിയുമായിരുന്നു, ഭ്രാന്തനെന്നും പിന്നെ പിശാചു ബാധിതനെന്നും വിളിക്കുമായിരുന്നില്ല. 27-ാം വാക്യം, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്കവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. അപ്പോൾ ഇടയൻ്റെ തൊഴുത്തിൽപ്പെട്ട ആടുകളുടെ സവിശേഷത, ആടുകൾ ഇടയനെ അറിയുന്നു,
ഇടയൻ്റെ സ്വരം ശ്രവിക്കുന്നു, ഇടയനെ അനുഗമിക്കുന്നു. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്കവയെ അറിയാം. ഇടയൻ അവയെ അറിയുന്നു, അവ ഇടയനെയും അറിയുന്നു. അവ എന്നെ അനുഗമിക്കുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു. നല്ലിടയൻ നിത്യജീവൻ നൽകുന്നു, ജീവന്റെ സമൃദ്ധി നൽകുന്നെന്ന് നേരത്തെ പറഞ്ഞു. അവ ഒരിക്കലും നശിച്ചു പോകത്തില്ല. അപ്പോൾ ഇടയൻ നമുക്ക് അനശ്വര ജീവൻ നൽകുന്നു. അവയെ എനിക്ക് നൽകിയ എൻ്റെ പിതാവ് എല്ലാവരെയും വലിയവനാണ്. പിതാവിൻ്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചെടുക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഞാനും പിതാവും ഒന്നാണ്. യേശു താൻ ദൈവപുത്രനാണെന്ന് ആധികാരികമായി വീണ്ടും വെളിപ്പെടുത്തുകയാണ്. ഞാനും പിതാവും ഒന്നാണ്. യഹൂദർ അവനെ എറിയാൻ വീണ്ടും കല്ലുകൾ എടുത്തു. നോക്കിയേ, നീ എത്ര നാൾ ഞങ്ങളെ ഇങ്ങനെ സന്ദിഗ്ധാവസ്ഥയിൽ നിർത്തും? ഉള്ളത് തുറന്ന് പറയാൻ പറഞ്ഞ് അടുത്തി എന്നവര് യേശു ഉള്ളത് തുറന്ന് പറഞ്ഞപ്പോൾ അവനെ കല്ലെറിയാൻ വീണ്ടും അവർ കല്ലെടുക്കുകയാണ്. അപ്പോൾ അവർ സത്യം അറിയാൻ ആഗ്രഹിച്ചാണോ യേശുവിനെ സമീപിച്ചത്? അല്ല, എങ്ങനെയെങ്കിലും യേശുവിനെ കുരുക്കി പിടിക്കാൻ. അവർ കല്ലുകൾ എടുത്തപ്പോൾ യേശു ധൈര്യപൂർവ്വം അവരോട് ചോദിച്ചു, പിതാവിൽ നിന്നുള്ള അനേകം നല്ല പ്രവൃത്തികൾ ഞാൻ നിങ്ങളെ കാണിച്ചു. ഇവയിൽ ഏത് പ്രവൃത്തി മൂലമാണ് നിങ്ങൾ എന്നെ കല്ലെറിയുന്നത്? യഹൂദർ പറഞ്ഞു, ഏതെങ്കിലും നല്ല പ്രവൃത്തികൾ മൂലമല്ല, ദൈവദൂഷണം മൂലമാണ് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത്. കാരണം മനുഷ്യനായിരിക്കെ നീ നിന്നെ തന്നെ ദൈവമാക്കുന്നു. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ ദൈവങ്ങളാണെന്ന് നിങ്ങളുടെ നിയമത്തിൽ എഴുതിയിട്ടില്ലേ? നിങ്ങൾ ദൈവങ്ങളാണ്, അത്യുന്നതൻ്റെ പുത്രന്മാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സങ്കീർത്തനം 82:6. യേശു ഈ സങ്കീർത്തനം ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ ദൈവങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? വിശുദ്ധ ലിഖിതം നിറവേറാതിരിക്കുകയില്ലല്ലോ. അപ്പോൾ ഇവിടെ യേശു പറയുകയാണ്, ദൈവവചനം ആരുടെ പക്കലേക്ക് വന്നോ അവരെ ദൈവങ്ങളെന്ന് വിളിക്കാമെങ്കിൽ, അത്യുന്നതൻ്റെ മക്കളായവരെ, മനുഷ്യ മക്കളെ ദൈവങ്ങളെന്ന് വിളിക്കാമെങ്കിൽ, പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിലേക്ക് അയച്ച എന്നെ ഞാൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നുവെന്ന് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നുവോ? ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കണ്ട. എന്നാൽ ഞാൻ അവ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും ആ പ്രവൃത്തികളിൽ വിശ്വസിക്കുവിൻ. യേശു പറയാ, നിങ്ങൾ എന്നിൽ വിശ്വസിക്കണ്ട, പക്ഷേ എൻ്റെ പ്രവൃത്തികളിൽ വിശ്വസിക്കുവിൻ. അപ്പോൾ പിതാവ് എന്നിലും ഞാൻ പിതാവിലുമാണെന്ന് നിങ്ങൾ അറിയും. യേശു പിതാവിലും പിതാവ് പുത്രനിലും പരസ്പരം അധിവസിക്കുന്നു എന്ന് നിങ്ങൾ അറിയും. ഇത് കേട്ട ഉടനെ അവർ വീണ്ടും അവനെ ബന്ധിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവൻ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് എങ്ങനെയോ രക്ഷപ്പെട്ടു മാറി. ജോർദാന്റെ മറുകരയിൽ യോഹന്നാൻ ആദ്യം സ്നാനം നൽകിയിരുന്ന സ്ഥലത്തേക്ക് അവൻ വീണ്ടും പോയി അവിടെ താമസിച്ചു. വളരെ പേർ അവൻ്റെ അടുത്ത് വന്നു. അവർ പറഞ്ഞു, യോഹന്നാൻ ഒരടയാളവും പ്രവർത്തിച്ചില്ല, എന്നാൽ ഈ മനുഷ്യനെ പറ്റി യോഹന്നാൻ പറഞ്ഞിരുന്നതെല്ലാം സത്യമാണ്. യോഹന്നാൻ തന്നെ യേശുവിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരുന്നു. അതെല്ലാം സത്യമാണ്. അവിടെ വെച്ച് വളരെ പേർ അവനിൽ വിശ്വസിച്ചു. യഹൂദ നേതൃത്വത്തിൻ്റെ അവിശ്വാസവും ചതിവും വഞ്ചനയും, എങ്ങനെയെങ്കിലും കർത്താവിനെ കുരുക്കാനുള്ള അവരുടെ പരിശ്രമവും, എന്നാൽ സാധാരണ ജനത്തിൻ്റെ വിശ്വാസം. നമ്മൾ ഇതിൽ ഏതു വിഭാഗത്തിൽ പെടുന്നവരാണ് എന്ന് ചിന്തിക്കുക. നല്ലിടയനായ യേശുവിൻ്റെ സവിശേഷതകൾ, ആടുകളുടെ സവിശേഷതകൾ, യേശുവിൻ്റെ ദൈവപുത്രത്വം വെളിപ്പെടുത്തുന്ന ഭാഗങ്ങൾ, ഇവ നന്നായി ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിക്കാൻ പരിശ്രമിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ.